ഹലോ എവ്രി വൺ, എല്ലാവർക്കും സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ്സസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് ഓട്ടോ ക്യാഡിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു വീഡിയോ ആണ്. ഒരു 70+ ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഓട്ടോ ക്യാഡിൻ്റെ ഒരു ലെക്ചർ വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും അത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ AutoCAD the command used to enlarge or reduce the size of the drawing to the required ratio is stretch, extend, scale, none of this. ഓപ്ഷൻ കറക്റ്റ് ആൻസർ സ്കെയിൽ ആണ് ഒരു റിക്വയർഡ് ഫാക്ടർ അല്ലെങ്കിൽ ഒരു സ്കെയിൽ ഫാക്ടറിലോട്ട് നമ്മുടെ ഡ്രോയിങ്ങിനെ റെഡ്യൂസ് എൻലാർജും ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. സ്ട്രെച്ച് എന്ന് പറയുന്ന കമാൻഡ് നമുക്കറിയാം ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ലൈനിനെ സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് സ്ട്രെച്ച് കമാൻഡ്. എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത് ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ആർക്കിനെ ഒരു റിക്വയർഡ് പോയിന്റിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക, അതിനുള്ള കമാൻഡാണ് എക്സ്റ്റെൻഡ്. Next, fillet command is used to draw an arc between two non-parallel lines, draw an arc between two non-parallel arcs, both A and B, none of this. ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ ബിറ്റ്വീൻ ടു നോൺ പാരലൽ ലൈൻസ് ആണ്, പക്ഷേ രണ്ട് നോൺ പാരലൽ ആർക്സിനിടയിലും ഫില്ലറ്റ് കമാൻഡ് നമുക്ക് യൂസ് ചെയ്യാം. സോ ദ ഓപ്ഷൻ ഈസ് ബോത്ത് A and B. Next question, the command used to log the movement of the crosshair of the pointing device to the nearest grid point. Nearest grid പോയിന്റിലേക്ക് നമ്മുടെ കർസറിൻ്റെ മൂവ്മെൻറ്റ് ലോക്ക് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് സ്നാപ്പ് കമാൻഡാണ്. ഗ്രിഡ് കമാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സീരീസ് ഓഫ് ക്രോസ് ലൈൻസ് നമ്മുടെ ഡ്രോയിങ്ങിൽ അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രിഡ് കമാൻഡ്. ഓർത്തോ കമാൻഡ് എന്ന് പറഞ്ഞാൽ അത് പ്രസ് ചെയ്ത് ആ കമാൻഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കർസർ വെർട്ടിക്കൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലൈൻസ് മാത്രമേ വരയ്ക്കാൻ പറ്റൂ. ഒബ്ജക്റ്റ് സ്നാപ്പ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിൻ്റെ കുറച്ച് പ്രോമിനൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്, അതായത് മിഡ് പോയിൻ്റ് അല്ലെങ്കിൽ എൻഡ് പോയിൻ്റ് അങ്ങനെയുള്ള പോയിൻറ്റ്സിന് എഡ്ജസ്, അവിടെയൊക്കെ പ്രോമിനൻ്റ് പോയിൻറ്റ്സിൽ മാത്രമേ പിന്നീട് നമ്മുടെ കർസർ മൂവ് ചെയ്യത്തുള്ളൂ. Next, the modifying command used in the AutoCAD are extend, erase, trim, all of this. Extend, erase, trim. ഇതെല്ലാം മോഡിഫൈങ് ടൂൾ ബാറിനകത്ത് വരുന്നതാണ്. അതിനകത്ത് തന്നെ വരുന്നതാണ് ഇറേസ്, കോപ്പി, മിറർ, ഓഫ്സെറ്റ്, അറേ, റൊട്ടേറ്റ്, സ്കെയില്, സ്കെച്ച്, ട്രിം, ബ്രേക്ക്, ക്യാംഫർ, ഫില്ലറ്റ്, എക്സ്പ്ലോഡ്, ഇതെല്ലാം മോഡിഫൈങ് ടൂൾ ബാറിനകത്ത് വരുന്നതാണ്. സോ ദ ആൻസർ ഈസ് ഓൾ ഓഫ് ദിസ്. Next one is the command used to create a new object which has the shape of the object selected that can be copied to any plane parallel to the old one is offset, move, rotate, none of this. Answer offset ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒബ്ജക്റ്റിനെ കോപ്പി ചെയ്ത് അതിൻ്റെ തൊട്ട് പാരലായിട്ട് തന്നെ നിൽക്കുന്നത്. ഇപ്പം നമ്മളൊരു ലൈനൊക്കെ സെലക്ട് ചെയ്ത് അത് കോപ്പി ചെയ്യുകയാണെങ്കിൽ അതിന് തൊട്ട് പാരലായിട്ട് അടുത്ത ലൈൻ വരും. സോ ഇത് ഓഫ്സെറ്റ് ആണ് ആൻസർ. മൂവ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിനെ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. റൊട്ടേറ്റ് ഒരു ബേസ് പോയിന്റിന് എബൌട്ട് ആയിട്ട് നമ്മുടെ ഒബ്ജക്റ്റിനെ റൊട്ടേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമാൻഡാണ് റൊട്ടേറ്റ്. അടുത്തത്, കമാൻഡ് യൂസ്ഡ് ടു ക്രിയേറ്റ് ദ മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഇൻ എ റെക്ടാംഗുലർ ഓർ എ സർക്കുലർ പാറ്റേൺ. കോപ്പി, മിറർ, അറേ, നൺ ഓഫ് ദിസ്. അറേ ഈസ് ദ ആൻസർ. ഇപ്പം നമുക്കൊരു സർക്കുലർ പാറ്റേണിൽ വേണം നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ കുറേ കോപ്പീസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന് യൂസ് ചെയ്യുന്നതാണ് അറേ. കോപ്പി നമുക്കറിയാം ഒരു ഒബ്ജക്റ്റിൻ്റെ കോപ്പി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ മിറർ ഈസ് ഫോർ സിമെട്രിക്കലായിട്ട് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടാണ് മിറർ ഫംഗ്ഷൻ. അടുത്തത്, ദ കീബോർഡ് ഫംഗ്ഷൻ കീ ഫോർ ദ ഓൺലൈൻ ഹെൽപ്പ് ഇൻ ദ AutoCAD ഈസ്. AutoCADൽ 1 to 11 ഫംഗ്ഷൻസ് അവൈലബിൾ ആണ്. അതിന് ഒരു ഷോർട്ട് കട്ട് ഫോം ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ചെയ്തിരുന്നു. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കാണുക. അതായത് HTOTICGOSPO. ഇതാണ് ഫസ്റ്റ് ലെറ്റേഴ്സ് യൂസ് ചെയ്ത് ഓരോ ഫംഗ്ഷൻ്റെയും ഫസ്റ്റ് ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. 1 തൊട്ട് 11 വരെയാണ് ഇതിനകത്ത് ഫങ്ഷൻസ് ഉള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഹെൽപ്പ്, നെക്സ്റ്റ് ഫോർ ദ അപ്പിയറൻസ് ഓഫ് ദ ടെക്സ്റ്റ് വിൻഡോ, ഇത് ഒബ്ജക്റ്റ് സ്നാപ്പ്, ടാബ്ലെറ്റ്, ഐസോപ്ലെയിൻ, കോർഡിനേറ്റ്, ഗ്രിഡ്, ഓർത്തോ, സ്നാപ്പ്, പോളാർ ട്രാക്കിംഗ്, ഒബ്ജക്റ്റ് സ്നാപ്പ് ട്രാക്കിംഗ്. ഇതാണ് ആ ഓർഡർ. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്, കുഴപ്പമില്ല, ഞാൻ ഒന്നുകൂടി പറയുന്നതായിരിക്കും. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓൺലൈൻ ഹെൽപ്പിന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ കീ ഏതാണെന്നുള്ളതാണ്. സോ ആൻസർ ഈസ് F1 ആണ്.
അടുത്തത് ഇൻ ഓട്ടോകാഡ് ദ കൺട്രോൾ വൈ ഡിഫൈൻഡ് ആസ് കൺട്രോൾ പ്ലസ് വൈ ഡിഫൈൻ ചെയ്യുന്നത് അണ്ടു ആണോ റീഡു ആണോ പോളാർ ട്രാക്കിംഗ് ആണോ നൺ ഓഫ് ദിസ് ആണോ. പോളാർ ട്രാക്കിംഗ് നമ്മളിപ്പം കണ്ടതേ ഉള്ളൂ. F10 ആണ് പോളാർ ട്രാക്കിങ്ങിൻ്റെ ഫംഗ്ഷൻ കീ. അണ്ടു കൺട്രോൾ പ്ലസ് ഇസഡ് ആണ് അണ്ടു, റീഡു ആണ് കൺട്രോൾ പ്ലസ് വൈ. Next, files, edit, view are easily available in AutoCAD from title bar, status bar, standard toolbar, menu bar. So, ഇതെല്ലാം മെനു ബാറിലെ മെനൂസ് ആണ്. ഫയൽ, എഡിറ്റ്, വ്യൂ നമ്മുടെ ഓട്ടോകാഡിൽ മാത്രമല്ല, പവർ പോയിൻ്റ് ആണെങ്കിലും വേർഡ് ആണെങ്കിലും എല്ലാത്തിലും മെനു ബാറിലാണ് ഫയൽ, എഡിറ്റ്, വ്യൂ എല്ലാം ഉള്ളത്. ടൈറ്റിൽ ബാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത് ഡ്രോയിങ് ആണ് വരയ്ക്കുന്നത് ആ ഡ്രോയിങ്ങിൻ്റെ പേരാണ് ടൈറ്റിൽ ബാറിലുണ്ടാവുക. സ്റ്റാറ്റസ് ബാറിൽ നമ്മൾ ഏത് മോഡിലാണ് വരയ്ക്കുന്നത്, അതായത് ഓർത്തോ ആണോ, ഒബ്ജക്റ്റ് സ്നാപ്പിലാണോ, ഗ്രിഡാണോ, അതെല്ലാം കാണിക്കുന്നത് സ്റ്റാറ്റസ് ബാറാണ്. സോ ഫയൽ, എഡിറ്റ്, വ്യൂ ഇൻ ദി മെനു ബാർ. ദ അബ്രിവേഷൻ ക്യാരക്ടർ ഓർ ദ ഷോർട്ട് കട്ട് കീ C ഈസ് യൂസ്ഡ് ഫോർ ഡ്രോയിങ് എ സർക്കിൾ, കോപ്പിങ് ദ സെലക്റ്റഡ് ഒബ്ജക്റ്റ്, ക്യാംഫറിങ് നൺ ഓഫ് ദിസ്. ഡ്രോയിങ് എ സർക്കിളാണ് ആൻസർ. C എന്ന് പറയുന്നത് സർക്കിൾ ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കോപ്പിക്ക് ഒന്നെങ്കിൽ നമ്മൾ കോപ്പി കൊടുക്കും, അല്ലെങ്കിൽ CO കൊടുക്കും, അല്ലെങ്കിൽ CP എന്നുള്ള കമാൻഡായിരിക്കും യൂസ് ചെയ്യുന്നത്. ക്യാംഫറിങ്ങിൻ്റെ CHA ആണ്, ക്യാംഫറിങ്ങിൻ്റെ CHA ആണ് ഷോർട്ട് കട്ട് കീ. അടുത്തത് ഫോർ ക്രിയേറ്റിംഗ് ആൻ ആർക്ക് ഡാഷ് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ്. ആർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഷോർട്ട് കട്ട് കീ ആണ് യൂസ് ചെയ്യുന്നത്? AR ആണോ, A ആണോ, AC ആണോ, നൺ ഓഫ് ദിസ് ആണോ? ആർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി A ആണ് യൂസ് ചെയ്യുന്നത്. AR എന്ന് പറയുന്ന ഷോർട്ട് കട്ട് കീ അറേസിന് വേണ്ടിയിട്ടുള്ളതാണ്. AR റിക്വയർഡ് ഷേപ്പ്, അതായത് റെക്ടാങ്കുലർ അല്ലെങ്കിൽ സർക്കുലർ പാറ്റേണിൽ മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് എൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അറേ കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഡാഷ് കമാൻഡ് ക്രിയേറ്റ്സ് എ പാരലൽ ലൈൻസ്, പാരലൽ കർവ്സ്, കോൺസെൻട്രിക് സർക്കിൾസ് ഇൻ എ സ്പെസിഫൈഡ് ഡിസ്റ്റൻസ് അറ്റ് ദ ടൈം ഓഫ് ഡ്രോയിങ്. കോപ്പി, അറേ, മിറർ, ഓഫ്സെറ്റ് ആണ് ആൻസർ. പാരലൽ ആയിട്ടുള്ള ലൈൻസ് അല്ലെങ്കിൽ പാരലൽ ആയിട്ടുള്ള കർവ്സ് നമ്മൾ എന്ത് കോപ്പി ചെയ്ത് അതാലും അത് പാരലൽ ആയിട്ടായിരിക്കും അപ്പിയർ ചെയ്യുന്നത്. സോ പാരലൽ കർവ്സ്, പാരലൽ ലൈൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫ്സെറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ദ കമാൻഡ് വിച്ച് ഈസ് യൂസ്ഡ് ടു ബ്രേക്ക് എ പോളിലൈൻ ഇൻറ്റു ഇൻഡിവിജ്വൽ സെഗ്മെൻറ്റ്സ്. പോളിലൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഡിഫറെൻറ്റ് ലൈൻ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ആർക്സ് എല്ലാം കൂടി ചേർന്ന് ഒരു ഒബ്ജക്റ്റ് പോലെ ആക്ട് ചെയ്യുന്ന എൻറ്റിറ്റിയെ പറയുന്ന പേരാണ് പോളിലൈൻസ്. അതായത് ഇങ്ങനെ ഇപ്പോൾ 6 ആക്ക് ലൈൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ ലൈൻസ്. അതെല്ലാം പക്ഷെ ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതിനെ പറയുന്ന പേരാണ് പോളിലൈൻസ്. പോളിലൈൻസിന് ഡിഫറെൻറ്റ് ലൈൻ കമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എക്സ്റ്റെൻഡ് ആണോ, എക്സ്ട്രൂഡ് ആണോ, എക്സ്പ്ലോഡ്, ബ്രേക്ക്. എക്സ്പ്ലോഡ് ആണ് ആൻസർ. ഇപ്പോൾ എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ലൈനിനെ ഒരു പോയിന്റിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്ട്രൂഡ് എന്ന് പറഞ്ഞാൽ ഒരു 2D ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ തിക്നെസ് കൂട്ടി അതിനെ ഒരു 3D ഫേസ് ആക്കി മാറ്റുക. അതിന് പറയുന്നത് ആ കമാൻഡാണ് എക്സ്ട്രൂഡ്. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ 2 പോയിൻറ്റ്സിന് ഇടയിലായിട്ടുള്ള ലൈനിനെ ഇറേസ് ചെയ്ത് കളയുക. അതിന് പറയുന്ന പേരാണ് ബ്രേക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ ഇൻപുട്ട് ഡിവൈസ്? മൗസ്, മോണിറ്റർ, പ്ലോട്ടർ, പെൻഡ്രൈവ്. ഇൻപുട്ട് ഡിവൈസ് ഈസ് മൗസ്. Effective command used to draw symmetrical object is copy, array, lengthen, mirror. Symmetrical object പറയുന്ന പേര് മിറർ കമാൻഡാണ്. മിറർ കമാൻഡിലാണ് സിമെട്രിക്കൽ ഒബ്ജക്റ്റ്, അതായത് ഒരു ബേസ് ലൈനിന് എബൌട്ടായിട്ട് നമ്മൾ ഒരു ഫിഗർ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതിനെ റൊട്ടേറ്റ് ചെയ്ത് അതിൻ്റെ കറക്റ്റ് മിറർ ഇമേജ് നമുക്ക് കിട്ടുന്നു. അതാണ് മിറർ കമാൻഡ്. കമാൻഡ് യൂസ്ഡ് ടു ഇറേസ് ദ ഒബ്ജക്റ്റ് പാർട്ട്ലി ഈസ് ട്രിം, ഇറേസ്, എക്സ്പ്ലോഡ്, എക്സ്റ്റെൻഡ്. ട്രിം ആണ് ആൻസർ. ഇറേസ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിന് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇറേസ് ചെയ്ത് കളയാനായിട്ട്. ട്രിം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള പാർട്ടിന് ട്രിം ചെയ്ത് കളയും. അതായത് ഇപ്പോൾ നമ്മുടെ കൺസ്ട്രക്ഷൻ ലൈൻസൊക്കെ ഇങ്ങനെ വന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുകയാണെങ്കിൽ അതിനൊക്കെ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രിം യൂസ് ചെയ്യാം. നെക്സ്റ്റ് CAD സ്റ്റാൻഡ്സ് ഫോർ. CADിൻ്റെ ഫുൾ ഫോം ആണ് ചോദിച്ചത്. കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആൻഡ് ഡ്രാഫ്റ്റിംഗ്, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രോയിങ് ആൻഡ് ഡിസൈൻ, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആൻഡ് ഡെമോൺസ്ട്രേഷൻ. കറക്റ്റ് ആൻസർ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആൻഡ് ഡ്രാഫ്റ്റിംഗ് ആണ്. The command that allows to draw the line at right angles are. Right angles ലൈൻസ് ഡ്രോ ചെയ്യാനുള്ള കമാൻഡ് പെർപെൻഡ്, റൈറ്റ്, സെറ്റ്, ഓർത്തോ. ഓർത്തോ ആണ് നമുക്കറിയാം. വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ലൈൻസ് മാത്രമേ ഓർത്തോ കമാൻഡിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. സോ ഇറ്റ് ഈസ് ഓർത്തോ. ദ കമാൻഡ് ദാറ്റ് ഇസ് യൂസ്ഡ് ടു സെറ്റ് ദ ബൗണ്ടറീസ് ആർ കോൾഡ് എസ് ട്രിം, ലിമിറ്റ്, എക്സ്ക്ലൂഡ്, ബോർഡർ. ലിമിറ്റാണ് നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ ബൗണ്ടറി സെറ്റ് ചെയ്യാനുള്ള കമാൻഡ്.
The command used to join two non-parallel lines by drawing a beveled line. ഒരു നോൺ പാരലൽ ആയിട്ടുള്ള രണ്ട് ലൈൻസ് ഉണ്ടെന്ന് വിചാരിക്കുക, അവരെ ജോയിൻ ചെയ്യാൻ ഒരു ബിവൽഡ് ലൈന് ഡ്രോ ചെയ്യുക. ഇതിന് വേണ്ടിയിട്ട് ഉള്ള കമാൻഡ് ഏതാണ്? എക്സ്റ്റെൻഡ് ആണോ, ട്രിം ആണോ, ക്യാംഫർ ആണോ, റൊട്ടേറ്റ് ആണോ? ക്യാംഫർ ആണ് ആൻസർ. റൊട്ടേറ്റ് എന്ന് പറയുന്നത് ഓൾറെഡി പറഞ്ഞതാണ്, ഒരു ഒബ്ജക്റ്റിന് ഒരു പർട്ടിക്കുലർ ബേസ് പോയിന്റിന് എബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യുക. ക്യാംഫർ ആണ് ബിവൽഡ് ലൈൻ വെച്ചിട്ട് ജോയിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. വിച്ച് കമാൻഡ് ഈസ് യൂസ്ഡ് ടു എക്സിറ്റ് ഫ്രം എ ഡ്രോയിങ് ഫയൽ? എക്സിറ്റ്, ക്വിറ്റ്, എസ്കേപ്പ്, നൺ ഓഫ് ദിസ്. സോ ക്വിറ്റ് ആണ് ആൻസർ. എക്സിറ്റും ക്വിറ്റും തമ്മിൽ കൺഫ്യൂഷൻ ആവാതിരിക്കുക കമാൻഡ് യൂസ് ചെയ്യുന്നത് ക്വിറ്റ് ആണ്. മെനു ബാറിൽ പോയി കഴിഞ്ഞാൽ ഫയലിൽ എക്സിറ്റ് ആണുള്ളത്, പക്ഷേ ഇത് കമാൻഡ് എന്ന് പറയുന്നത് എക്സിറ്റ് ചെയ്യാനുള്ളത് ക്വിറ്റ് ആണ്. Next, the snap command is used to regulate the cursor movement in a specified increments along vertical axis, horizontal axis, Cartesian coordinates, polar coordinates. നമുക്കറിയാം vertical axis and horizontal axis ആണ് ആക്ച്വലി കറക്റ്റ്. അതെന്ന് പറയുന്നത് എന്താണ്? Cartesian coordinates ആണ്, XY axis. So answer is Cartesian coordinates. What is the difference between command plot and print? കമാൻഡ് പ്ലോട്ട് പ്രിൻറ്റും തമ്മിലുള്ള വ്യത്യാസം. പ്ലോട്ട് കമാൻഡ് പ്രിൻറ്റ്സ് ഓൺലി ബിഗ് പ്ലാൻസ്. ഇറ്റ്സ് നോട്ട് ബിഗ് ലാൻഡ്സ്, ഇറ്റ് ഈസ് ബിഗ് പ്ലാൻസ് ആണ്. അതല്ല എന്തായാലും കമാൻഡ് പ്ലോട്ട് ഫോർ CNC CAM അല്ല. പ്രിൻറ്റ് കമാൻഡ് ക്യാൻ പ്രിൻറ്റ് A3 സൈസ് പേപ്പർ, അതുമല്ല ഏത് സൈസ് പേപ്പറിലും പ്രിൻറ്റ് ചെയ്യാം. നോ ഡിഫറൻസ്. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ ഡിഫറൻസേ ഇല്ല എന്നുള്ളതാണ്. കമാൻഡ് പ്ലോട്ടും പ്രിൻറ്റും സിനോണിംസ് ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ്. ടു ഒബ്റ്റെയിൻ ദ പ്ലോട്ട് ലൈൻ, പാരലൽ ലൈൻസ്, concentric lines and the parallel curves, dash command is used. Already നമ്മൾ പറഞ്ഞതാണ്. Answer is offset. Which of the following file extension is not used in to draw AutoCAD? ഫയൽ എക്സ്റ്റൻഷൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓട്ടോകാഡിൽ വരുന്ന ഫയൽ എക്സ്റ്റൻഷൻ ആണ് .wg, അതുപോലെ .wxg. ആക്ച്വലി ഇങ്ങനെയായിരുന്നു എഴുതേണ്ടിയിരുന്നത്, സോറി. .ws, പിന്നെ ഈ മൂന്നെണ്ണമാണ് ഓട്ടോകാഡിൽ വരുന്ന ഫയർ എക്സ്റ്റൻഷൻ. ഓട്ടോകാഡിൽ വരാത്ത ഫയർ എക്സ്റ്റൻഷൻ .wdot ആണ്. The polar coordinates are commonly used for arc, ellipse, angular lines. None of this. Polar coordinates angular lines വരയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. Which mode allows to draw 90-degree straight lines? ഓൾറെഡി പറഞ്ഞാണ്, ഓർത്തോ ആണ് ആൻസർ. The command dash is more efficient method for changing the properties other than the multi-optioned change command. ഇത് നമ്മുടെ വീഡിയോയിൽ പറയാത്ത ഒരു പോയിന്റ് ആണ്. CH prop ആണോ, എക്സ്ട്രൂഡ് ആണോ, സൂം ആണോ, യൂണിയൻ ആണോ? ഈ മൂന്നെണ്ണം എന്തായാലും അല്ല. സോ ഇത് CH prop ആണ്. ചേഞ്ച് പ്രോപ്പർട്ടി, അതാണ് CH prop എന്ന കമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് കൂടുതൽ എഫക്റ്റീവ്. ചേഞ്ച് കമാൻഡിനേക്കാളും കൂടുതൽ എഫക്റ്റീവ്. കമാൻഡ് യൂസ്ഡ് ടു കൺവേർട്ട് എ പോളി ലൈൻ ടു ലൈൻ ഈസ് കോൾഡ് ആസ്. ഓൾറെഡി പറഞ്ഞതാണ്, എക്സ്പ്ലോഡ് ആണ് ആൻസർ. ഷോർട്ട് കട്ട് കീ ഫോർ ദ ടെക്സ്റ്റ് സ്റ്റൈൽ. ടെക്സ്റ്റ് സ്റ്റൈലിന് വേണ്ടിയിട്ടുള്ളത് T ആണോ, BT ആണോ, ST ആണോ, TR ആണോ? TR എന്ന് പറയുന്നത് ട്രിമ്മിന് വേണ്ടിയിട്ടുള്ളതാണ് TR. ST ആണ് ടെക്സ്റ്റ് സ്റ്റൈലിൻ്റെ ഷോർട്ട് കട്ട് കീ, ST. ദ പാറ്റേൺ ഓഫ് ഡോട്ട്സ് ദാറ്റ് അപ്പിയർ ഇൻ ദ ഓട്ടോകാഡ് സ്ക്രീൻ ഓഫ് എ കമ്പ്യൂട്ടർ ബട്ട് ഡു നോട്ട് പ്രിൻറ്റ് ഈസ് കോൾഡ് ആസ്. നമുക്ക് ഓൾറെഡി അറിയാം, ഇറ്റ് ഈസ് എ ഗ്രിഡ് ആണ്. XL is a shortcut key for erase, construction line, hatch, scale. ഇതൊരു ന്യൂ ക്വസ്റ്റ്യൻ ആണ്. കൺസ്ട്രക്ഷൻ ലൈൻ ആണ് ആൻസർ. ഇറേസിൻ്റെത് E, ഹാച്ചിൻ്റെത് H, സ്കെയിലിൻ്റെ ഷോർട്ട് കട്ട് കീ ഈസ് SC. സോ കൺസ്ട്രക്ഷൻ ലൈനിൻ്റെ ഷോർട്ട് കീ ആണ് XL. F9 is a shortcut for which of the following? ഓൾറെഡി നമ്മൾ പറഞ്ഞതായിരുന്നു. 1 for help, 2 text box, 3 object snap, 4 tablet, 5 isoplane, C coordinates, 7 grid, 8 ortho, 9 snap, 10 polar tracking, 11 is object snap tracking. So F9 എന്ന് പറയുന്നത് സ്നാപ്പ് ആണ്. The restoring the deleted files from the recycle bin can be done by using. Restore ആണ് കമാൻഡ്. റീസ്റ്റോർ എന്നുള്ള കമാൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിലീറ്റഡ് ആയിട്ടുള്ള ഫയൽസ് റീസൈക്കിൾ ബിന്നിൽ നിന്ന് റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റും. അടുത്തത് ഷോർട്ട് കട്ട് കീ ഫോർ സിംഗിൾ ടെക്സ്റ്റ് ലൈൻ. സിംഗിൾ ടെക്സ്റ്റ് ലൈനും മൾട്ടി ടെക്സ്റ്റ് ലൈനും പറഞ്ഞിരുന്നു. DT ആണോ, ST ആണോ, MT ആണോ, T ആണോ?
നമുക്കറിയാം, നമ്മൾ നേരത്തെ കണ്ടതാണ്. ST എന്ന് പറയുന്നത് ടെക്സ്റ്റ് സ്റ്റൈലിൻ്റെ ഷോർട്ട് കട്ടാണ്. DT ആണ് സിംഗിൾ ടെക്സ്റ്റ് ലൈനിന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട്. MT റെപ്രസെൻറ്റ് ചെയ്യുന്നത് മൾട്ടി ലൈൻ എന്നാണ്. MT ക്യാപിറ്റൽ, എല്ലാം ക്യാപിറ്റലാണ് വരേണ്ടത്. MT ഈസ് മൾട്ടി ലൈൻ്റെ ഷോർട്ട് കട്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ CADൻ്റെ ഫുൾ ഫോം. ഇത് ആക്ച്വലി ആ വീഡിയോയിൽ അല്ല ആ ടെക്സ്റ്റ് ബുക്കിൽ, ഞാൻ റെഫർ ചെയ്ത ടെക്സ്റ്റ് ബുക്കിൽ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രാഫ്റ്റിംഗ് എന്ന് ആയിരുന്നു. പക്ഷേ റിയൽ ആൻസർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനാണ്. ആ വീഡിയോയിൽ ഞാൻ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രാഫ്റ്റിംഗ് എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. സോറി, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആണ് കറക്റ്റ് ആൻസർ. The file extension for the drawing template is drawing templateലുള്ള ഫയൽ എക്സ്റ്റൻഷൻ .wg, .wf, .dws, .dwt. drawing template .dwt ആണ് drawing templateന്റെ ഫയൽ എക്സ്റ്റൻഷൻ. To close to figures as a single entity of any shape that can be created with lines and arc can be drawn by command polygon, multi-line, solid, polyline. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡിഫറെൻറ്റ് ലൈൻസും ആർക്സിൻ്റെയും കോമ്പിനേഷൻ ആയിട്ടുള്ള ഫിഗേഴ്സ് വരയ്ക്കാൻ പറ്റുന്നത് പോളിലൈൻ യൂസ് ചെയ്തിട്ടാണ്. A command which is used to pick like end point, midpoint, tangent of entities very precisely with a geometrical accuracy is ഓൾറെഡി പറഞ്ഞതാണ് ഒബ്ജക്റ്റ് സ്നാപ്പാണ്. ഒബ്ജക്റ്റ് സ്നാപ്പാണ് എൻഡ് പോയിൻ്റ്, മിഡ് പോയിൻ്റ് അല്ലെങ്കിൽ ടാൻജൻറ്റ് പോയിൻ്റ് ഇതിനൊക്കെ കറക്റ്റായിട്ട് ഒരു ഒബ്ജക്റ്റിൻ്റെ പിക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓർത്തോ മോഡ് എൻഷുവേഴ്സ് ദാറ്റ് ഓൾ ദി ലൈൻസ് ആർ ഡ്രോൺ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ. ഓർത്തോ ലൈൻ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ആണ് അതിൻ്റെ ആൻസർ. Next, the command allows you to cut the unwanted lengths of an object is called cut, trim, extend, move. അപ്പോൾ കട്ടും ട്രിമ്മും തമ്മിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ലെങ്ത്, ഞാൻ നേരത്തെ പറഞ്ഞു കൺസ്ട്രക്ഷൻ ലൈൻസ് ഒക്കെ അൺവാണ്ടഡ് ആയിട്ടുള്ള ലൈൻസാണ്. അവർ നമ്മൾ ഡ്രോയിങ്ങിൽ എക്സ്റ്റെൻഡ് ആയിട്ട് കാരണം അവരൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ട്രിം. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ സെലക്റ്റഡ് ആയിട്ടുള്ള പാർട്ടിനെ ഇറേസ് ചെയ്ത് കളയുക, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡ് ട്രിം. കമാൻഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു റീസ്റ്റോർ ഓൾ ദ എൻറ്റിറ്റീസ് ഇറേസ്ഡ് by the recent erase command. അപ്പോൾ ഓർത്തോ അല്ല, സ്നാപ്പ് അല്ല, ഊപ്സ് ആണ് കറക്റ്റ് ആൻസർ. ഇതൊരു പുതിയ കമാൻഡാണ്, വീഡിയോയിൽ കണ്ടതല്ല. അതായത് നമ്മൾ ഓൾറെഡി ഇറേസ് ചെയ്തിട്ടുള്ള, കുറേ മുന്നേ ഇറേസ് ചെയ്തിട്ടുള്ള കമാൻഡ് ആണെങ്കിൽ, ഇറേസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ കൂടിയും മോസ്റ്റ് റീസെൻ്റ് ആയിട്ടുള്ള നമ്മൾ ഇറേസ് ചെയ്തിട്ടുള്ളതെല്ലാം റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഊപ്സ് കമാൻഡ്. Next, the command used to set or change the lower left corner and the upper right corner of a rectangular drawing area in the computer screen. Unit, limit, area, zoom. Limits ആണ് ആൻസർ. നമ്മുടെ ബൗണ്ടറി സെറ്റ് ചെയ്യുക. ലെഫ്റ്റ് കോർണറിനും റൈറ്റ് കോർണറിനും ഉള്ള പോയിന്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബൗണ്ടറി, റെക്ടാങ്കുലർ ഡ്രോയിങ് ബൗണ്ടറി സെറ്റ് ആവും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഡ്രോ കമാൻഡ്? റൊട്ടേറ്റ്, ലൈൻ, ഹാച്ചിങ്, 3D ഫേസസ്. ഇത് മൂന്നും ഡ്രോ കമാൻഡിനകത്ത് ഉള്ളതാണ്. റൊട്ടേറ്റ് എന്ന് പറയുന്നത് മോഡിഫൈങ് കമാൻഡാണ്. കമാൻഡ് യൂസ്ഡ് ഫോർ കോപ്പി. കോപ്പിയിലുള്ള കമാൻഡ് C ആണോ, CO ആണോ, Ctrl+C ആണോ, S ആണോ? സോ ഇറ്റ് ഇസ് CO ആണ് കമാൻഡ് ഷോർട്ട് കട്ട് കീ ഫോർ ദ കോപ്പി. ദ കമാൻഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ വിസിബിലിറ്റി ഓഫ് ബാക്ക്ഗ്രൗണ്ട് ഗ്രിഡിൻ്റെ വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഇത് F7 ആണ്. F7 ആണ് ബാക്ക്ഗ്രൗണ്ട് ഗ്രിഡിൻ്റെ വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഉള്ളത്. F9 നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞു സ്നാപ്പ്. F8 ഈസ് ഓർത്തോ. F10 പോളാർ ട്രാക്കിംഗ്. കമാൻഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ ഗ്യാപ്പ് ബ്രേക്കിംഗ് എ പാർട്ട് ഓഫ് എ ജോമെട്രി. ബ്രേക്ക് ലൈൻ, ഊപ്സ്, പർജ്. ബ്രേക്ക് ആണ് ആൻസർ. അതായത് രണ്ട് പോയിൻറ്റ്സിനിടയ്ക്കായിട്ടുള്ള പോർഷനെ ഇറേസ് ചെയ്ത് കളയുക. ദാറ്റ് ഇസ് ബ്രേക്ക് കമാൻഡാണ്. പർജ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കുറച്ച് ലെയർ അല്ലെങ്കിൽ ബ്ലോക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിനെ നമുക്ക് പിന്നീട് ലേറ്ററിൽ നമ്മൾ ഡ്രോ ചെയ്യുമ്പോൾ നമുക്കത് ആവശ്യമില്ല, അതിനെ നമുക്ക് റിമൂവ് ചെയ്യാം. അതായത് അൺവാണ്ടഡ് ആയിട്ട് അല്ലെങ്കിൽ അൺയൂസ്ഡ് ആയിട്ടുള്ള ബ്ലോക്ക് അല്ലെങ്കിൽ ലെയറിനെ നമ്മുടെ ഡ്രോയിങ്ങിൽ നിന്ന് റിമൂവ് ചെയ്യുക. അതിന് യൂസ് ചെയ്യുന്ന കമാൻഡിൻ്റെ പേരാണ് പർജ്. സോ ഇവിടുത്തെ ആൻസർ ബ്രേക്കാണ്. The polygon command can be used to make a polygon to maximum sides of. നമ്മൾ പറയുന്നു 3 തൊട്ട് 1024 സൈഡ്സ് ഉള്ള പോളിഗൺ വരെ നമുക്ക് പോളിഗൺ കമാൻഡ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കമാൻഡ് യൂസ്ഡ് ഫോർ ദ പോളി ലൈൻ ഈസ് PL, PO, POL, POLY. PL ആണ് പോളി ലൈനിലുള്ള ഷോർട്ട് കട്ട് കീ. നെക്സ്റ്റ് ദ കമാൻഡ് ഫോർ ദ സ്കെയിൽ ഈസ് ഓൾറെഡി പറഞ്ഞതാണ് SC ആണ് കമാൻഡ് ഫോർ ദ
scale. The command used to save the drawing as a new file. New file ആയിട്ട് സേവ് ചെയ്യണം. Control S, Control plus Shift plus C, അതെന്തായാലും അല്ല. Control plus Shift plus S, Shift plus S. Control plus Shift plus S ആണ് കറക്റ്റ് ആൻസർ. പുതിയ ഫയലായിട്ട് നമുക്കൊരു ഡ്രോയിങ്ങിനെ സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ Control plus Shift plus S ആണ്. നെക്സ്റ്റ് വൺ ഈസ് ദ കമാൻഡ് കൺട്രോൾ പ്ലസ് ക്യൂ. ഇത് ഷോർട്ട് കട്ട് കീ ആണ് പറഞ്ഞിരുന്നത്. കൺട്രോൾ പ്ലസ് ക്യൂ ഷോർട്ട് കട്ട് കീക്ക് വേണ്ടിയിട്ട് ഓട്ടോകാഡിലുള്ള മാത്രമായിട്ട് ഞാനൊരു വീഡിയോ സൂൺ ചെയ്യുന്നതായിരിക്കും. ലാസ്റ്റ് വീഡിയോയിൽ അത് കവർ ചെയ്യാൻ പറ്റിയില്ല. കൺട്രോൾ പ്ലസ് ക്യൂ എന്ന് പറയുന്നത് സേവ് ആണോ, ഓപ്പൺ ആണോ, സ്വിച്ച് ടു പ്രീവിയസ് ഡ്രോയിങ് ആണോ, എക്സിറ്റ് ആണോ. എക്സിറ്റ് അല്ലെങ്കിൽ ക്വിറ്റ് ആണ് കൺട്രോൾ പ്ലസ് ക്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൺട്രോൾ പ്ലസ് എസ് ആണ് സേവ്. കൺട്രോൾ പ്ലസ് ഒ ആണ് ന്യൂ ഡ്രോയിങ്. So the object used to bevel the edges of a the command used to bevel the edges of a object. C TR CHA COL. C എന്ന് പറയുന്ന സർക്കിൾ, TR എന്ന് പറയുന്ന ട്രിം, ക്യാംഫർ ആണ് CHA. സോ ക്യാംഫർ ആണ് ആൻസർ. The command used to reorient the text entities in the best readable form. Align, orient, torient, none of this. ആൻസർ ഇസ് ടോറിയൻ. അലൈനും ഓറിയൻറ്റും ആണെന്ന് നമ്മൾ കൺഫ്യൂസ് ചെയ്യും. പക്ഷേ ടെക്സ്റ്റ് എൻറ്റിറ്റീസിനെ ഓറിയൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ടോറിയൻ്റ് ആണ്. ടെക്സ്റ്റിൻ്റെ ടി ആണ് കേട്ടോ, ടി ആണ്. പിന്നെ ഓറിയൻറ്റ്. ദ കമാൻഡ് യൂസ്ഡ് ടു ഡിവൈഡ് ദ ഒബ്ജക്റ്റ് ഇൻ ടു സെഗ്മെൻറ്റ് ഹാവിങ് പ്രീ ഡിഫൈൻഡ് ലെങ്ത്. ഇതിൻ്റെ ആൻസർ മെഷറാണ്. ഇതിൻ്റെ ആൻസർ മെഷറാണ് കമാൻഡ്. ഓപ്ഷൻസിലുള്ളത് ഡിവൈഡ്, ട്രിം, ക്യാംഫർ, മെഷറാണ്. മെഷർ ആൻസർ. പ്രീ ഡിഫൈൻഡ് ലെങ്ത്തിലേക്ക് നമുക്കൊരു ലൈൻ സെഗ്മെൻറ്റിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡ് മെഷറാണ്. ഡിവൈഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ലൈറ്റിനെ സെലക്ട് ചെയ്തിട്ട് അതിന് ഡിവൈഡ് ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ അതിന് ഈക്വൽ ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുക. പക്ഷേ മെഷർ ആണെങ്കിൽ ഒരു നമ്മൾ കൊടുക്കുന്ന ലെങ്ത്തിലേക്ക് ഡിവൈഡ് ചെയ്യും. നെക്സ്റ്റ്, നമ്പർ ഓഫ് ഗ്രിഡ് പോയിൻറ്റ്സ് ആർ ഇൻ എ ഗ്രിപ്പ് പോയിൻറ്റ്സ് ആർ ഇൻ എ സർക്കിൾ. ഒരു സർക്കിൾ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ ഹൈലൈറ്റ് ചെയ്ത് കുറച്ച് പോയിൻറ്റ്സ് കാണിക്കും. ഒന്ന് അതിൻ്റെ സെൻറ്റർ പോയിൻ്റ്, പിന്നെ കാണിക്കുന്ന അതിൻ്റെ 4 ഡയറക്ഷനിലുള്ള 4 പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ ടോട്ടൽ 5 പോയിൻറ്റ്സ് ആയിരുന്നു ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഇവരെ പറയുന്ന പേരാണ് ഗ്രിപ്പ് പോയിൻറ്റ്സ്. ആർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ 4 പോയിൻറ്റ്സ് ആയിരിക്കും. ആർക്കിലൊക്കെ ആണെങ്കിൽ 4 പോയിൻറ്റ്സ് ആയിരിക്കും ഗ്രിപ്പ് പോയിൻറ്റ്സ് ആയിട്ട് വരുന്നത്. ഇതാണ് ഒരു ആർക്കെങ്കിൽ. ഒന്ന് അതിൻ്റെ സെൻറ്റർ, പിന്നെ 2 എൻഡിൽ, പിന്നെ അതിന് നടുക്ക് വരുന്ന ഒരു പോയിൻ്റ്. ഇതാണ് ആർക്കിലെ ഗ്രിപ്പ് പോയിൻറ്റ്സ്. ഹൗ മെനി യൂണിറ്റ്സ് ആർ അവൈലബിൾ ഇൻ ഓട്ടോകാഡ്? ഓട്ടോകാഡിൽ മെയിനായിട്ട് 5 യൂണിറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഡെസിമൽ യൂണിറ്റ്, ആർക്കിടെക്ചറൽ യൂണിറ്റ്, സയൻറ്റിഫിക് യൂണിറ്റ്സ്, എഞ്ചിനീയറിംഗ് യൂണിറ്റ് ആൻഡ് ഫ്രാക്ഷണൽ യൂണിറ്റ്സ്. കമാൻഡ് യൂസ്ഡ് ടു ക്രിയേറ്റ് ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡ് എന്ന് പറയുന്നത് ബി ആണ്. ബ്ലോക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം ഡിഫറെൻറ്റ് യൂണിറ്റ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ലൈൻസ് ആയിട്ട് വരച്ചിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ ഒരു സിംഗിൾ ഒബ്ജക്റ്റായിട്ട് സേവ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ലേറ്റർ അതിനെ യൂസ് ചെയ്യുക. ആ ബ്ലോക്ക് ഏതാണെന്ന് വെച്ചാൽ അതിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നീട് 1 by 1 വരയ്ക്കേണ്ട ആവശ്യമില്ല. അതിനെ പറയുന്ന പേരാണ് ബ്ലോക്ക് കമാൻഡ്. ബി ആണ് അതിൻ്റെ ആൻസർ. ഹൗ മെനി പോയിൻറ്റ്സ് വി നീഡ് ടു ഡിഫൈൻ എ റെക്ടാങ്കുലർ കമാൻഡ്? ഒരു റെക്ടാങ്കുലർ കമാൻഡിൽ എത്ര പോയിൻറ്റ്സ് ഡിഫൈൻ ചെയ്ത് കൊടുക്കണം? നമ്മൾ ലിമിറ്റ്സ് സെറ്റ് ചെയ്തപ്പോഴും നമ്മൾ പറഞ്ഞു ലെഫ്റ്റ് എൻഡിലെ പോയിൻറ്റും റൈറ്റ് ടോപ്പിലെ പോയിൻറ്റും ഡിഫൈൻ ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് ബൗണ്ടറീസിൻ്റെ ലിമിറ്റ്സ് സെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെയാണ് റെക്റ്റാങ്കിളിന്. ഈ 2 പോയിൻറ്റ്സ് മാത്രം കൊടുത്താൽ മതി റെക്റ്റാങ്കിളിന്. സോ റെക്റ്റാങ്കിൾ ഡിഫൈൻ ചെയ്യാൻ ഓൺലി 2 പോയിൻറ്റ്സ് ആർ നീഡഡ്. Next question, the components of a CAD are CPU, monitor, mouse, CPU, memory, hard disk, design, analysis, visualization, computer analysis, drawing. 3 words ആണ് computer analysis, drawing. So components of the CAD എന്ന് പറയുന്നത് computer analysis, drawing ആണ്. ഓപ്ഷനിൽ തന്നെ കണ്ടെത്താം. In the AutoCAD, EX command represent. EX command എന്താണ് AutoCADൽ represent ചെയ്യുന്നത്? Expansion, examination, extension and expectation. ആക്ച്വലി നമുക്കറിയാം എക്സ്റ്റെൻഡ് ആണ്, ദാറ്റ് ഈസ് എക്സ്റ്റൻഷൻ ആണ് ഈ എക്സ് കമാൻഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതുപോലെ സിമിലർ ആയിട്ടുള്ള കമാൻഡ് എക്സ് എന്ന് പറയുന്നത് എക്സ്പ്ലോഡിൻ്റെ കമാൻഡാണ്. എക്സൽ എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ലൈനാണ്. ഓൾറെഡി നമ്മൾ കണ്ടതാണ്. ദി കമാൻഡ് യൂസ്ഡ് ടു ക്ലീൻ ദ സ്ക്രീൻ ഇൻ ദ AutoCAD ഈസ്
0, Ctrl+1, Ctrl+2, none of this. It is actually Ctrl+0 ആണ് കേട്ടോ. അപ്പോൾ Ctrl+0 ആണ് ക്ലിയർ സ്ക്രീൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സ്ക്രീൻ ക്ലിയർ ചെയ്യാമെന്ന് വെച്ചാൽ ടൈറ്റിൽ ബാർ എല്ലാം പോയിട്ട് നമ്മൾ ഡ്രോയിങ് മാത്രമായിട്ട് കാണുക, അതിനെയാണ് സ്ക്രീൻ ക്ലിയർ ചെയ്യാമെന്ന് പറയാം. നെക്സ്റ്റ്, ദ കമാൻഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഏരിയ ഈസ് ഏരിയ, AR, AAA. നമുക്കറിയാം A ഫോർ ആർക്ക്, AR ഫോർ അറേ, AA ആണ് ഏരിയ കണ്ടുപിടിക്കാനുള്ള കമാൻഡ്. ദ കമാൻഡ് ദാറ്റ് ഈസ് യൂസ്ഡ് എക്സ്റ്റെൻഡ് ദ dimension of a 2D object to 3D. It is dimension ആണ്, സോറി സ്പെല്ലിംഗ് മിസ്റ്റേക്കിന്. 2D ഒബ്ജക്റ്റ് ടു 3D സ്പേസിലേക്ക് ആക്കുന്നത് എക്സ്ട്രൂഡ് ആണ്. എക്സ്പോർട്ട് യൂസ് ചെയ്യുന്ന പ്രിൻറ്റിൻ്റെ സമയത്താണ് എക്സ്പോർട്ട് യൂസ് ചെയ്യുന്നത്. എക്സ്റ്റെൻഡ് നമ്മൾ പറഞ്ഞിരുന്നു, ഒരു പോയിന്റിലേക്ക് ലൈൻ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. ദ കമാൻഡ് യൂസ്ഡ് ടു റിമൂവ് ദ അൺയൂസ്ഡ് ഐറ്റംസ് such as block layers from the drawing is called as remove, erase, trim, purge. നേരത്തെ പറഞ്ഞാണ് purge. The command used to export the drawing to a PDF is called as EXPD ആണോ, EPDF ആണോ, EP ആണോ, EXPDF ആണോ? ഓഫ് കോഴ്സ് അതിനകത്തൊരു PDF ഉണ്ടാവും. എക്സ്പോർട്ടിൻ്റെത് EPDF ആണ്. Export the drawing to PDF. The command used to control the properties of the existing object is PRO, PCH, PR. ചേഞ്ച് അല്ലെങ്കിൽ CH ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡ്രോയിങ്ങിൻ്റെ ലൈൻ, കളറ്, അതുപോലെ ലെയേഴ്സ് അതെല്ലാം ചേഞ്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് CH അല്ലെങ്കിൽ ചേഞ്ച് ആണ്. അടുത്തത്, വിച്ച് ലൈൻ ടൈപ്പ് ഈസ് അവൈലബിൾ വെൻ യു സ്റ്റാർട്ട് എ ന്യൂ ഡ്രോയിങ് ഇൻ ആൻ ഓട്ടോകാഡ്? സോഡിലാണോ, കണ്ടിന്യൂസ് ആണോ, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനാണോ, ഹിഡൻ ലൈനാണോ? നമ്മൾ ഓട്ടോകാഡ് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ഡിഫോൾട്ടായിട്ട് വരുന്നത് കണ്ടിന്യൂസ് ലൈൻസ് ആണ്. ടു സ്വിച്ച് ഐസോപ്ലെയിൻസ് യു നീഡ് ടു പ്രസ്. ഐസോപ്ലെയിൻസ് ആണെങ്കിൽ F5 കമാൻഡാണ്. F3 എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് സ്നാപ്പ്, F4 ഈസ് ടാബ്ലറ്റ്, ഓണർ ഓഫ് F6 ഈസ് കോർഡിനേറ്റ്സ്. Which command you use to draw a circle in an isometric drafting? Isometric drafting ചെയ്യുമ്പോൾ നമുക്കറിയാം എലിപ്സ് ആണ് ഒരു സർക്കിളിനെ വരയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ദി ഡിസൈൻ സെൻറ്റർ എന്ന് പറഞ്ഞത് എന്താണ്? അതൊരു ഡ്രോപ്പ് ഡൗൺ മെനു ആണ്. ഡ്രോപ്പ് ഡൗൺ മെനു എന്ന് പറഞ്ഞാൽ നമ്മൾ മെനു ബാറിലുള്ള ഇപ്പോൾ ഫയലിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ലാർജ് സെറ്റ് ഓഫ് മെനു നമ്മുടെ താഴോട്ട് ഇങ്ങനെ വരും. അതിനെ പറയുന്നതാണ് ഡ്രോപ്പ് ഡൗൺ മെനു. അപ്പോൾ ഡ്രോപ്പ് ഡൗൺ മെനു ബാറിൽ നമ്മൾ ഡിസൈൻ സെൻറ്റർ കണ്ടിട്ടില്ല, അപ്പോൾ അതല്ല. അതൊരു ഡയലോഗ് ബോക്സ് ആണോ? ഡയലോഗ് ബോക്സ് അല്ല. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നതാണോ? അല്ല. ഇറ്റ് ഈസ് എ പാലറ്റ്. അതൊരു പാലറ്റാണ്. ഡിസൈൻ സെൻറ്റർ എന്ന് പറയുന്നത് ഒരു പാലറ്റാണ്. ഇതൊരു പുതിയ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ഷോർട്ട് കട്ട് കീ ഫോർ ലൈൻ? ലൈൻ വരയ്ക്കാനുള്ള ഷോർട്ട് കട്ട് കീ ഈസ് L ആണ്. ലൈൻ വരയ്ക്കാനുള്ള ഷോർട്ട് കട്ട് കീ PL ആണ്. പോളി ലൈൻ വരയ്ക്കാനുള്ള ഷോർട്ട് കട്ട് കീ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഓട്ടോകാഡിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ മാക്സിമം ഞാൻ കളക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി പുതിയ ക്വസ്റ്റ്യൻസ് കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വീഡിയോ അല്ലെങ്കിൽ ഒരു പുതിയ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഷോർട്ട് കട്ട് കീസ് ഇൻ ഓട്ടോകാഡ് ചെയ്തിട്ടില്ല. അതുപോലെ ഓട്ടോകാഡിൻ്റെ ഒരു കുറച്ച് ഇനിഷ്യൽ സ്റ്റേജസ് ലൈക്ക് ഏത് ഇയറിലാണ് വന്നത്, ഏത് കമ്പനിയാണ് കൊണ്ടുവന്നത്, അങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങളുണ്ട്. അതുമൊക്കെ ആയിട്ട് ഒരു പുതിയ വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്